ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീമിൻ്റെ യൂണിറ്റ് 4 ചോദ്യങ്ങളാണ്. യൂണിറ്റ് 4 ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ്, അതുപോലെ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 കീം എക്സാമിന് വന്ന 6 പേപ്പറുകളിലായിട്ട് കിടക്കുന്ന ഒരു ഫാർമസിയുടെയും 5 എഞ്ചിനീയറിംഗ് പേപ്പർ ഉൾപ്പെടെ കിടക്കുന്ന ആ പരീക്ഷകളിൽ നമുക്ക് കാണാൻ സാധിച്ച ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് GOC എന്ന് പറയുന്ന ചാപ്റ്റർ, ഇൻക്ലൂഡിങ് പ്യൂരിഫിക്കേഷൻ, പിന്നെ ഹൈഡ്രോ കാർബൺസ്, ഈ 2 ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ 11th സ്റ്റാൻഡേർഡ് ഓർഗാനിക് പോർഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, റൈറ്റ്. ഒന്നാമത്തെ ചോദ്യം: when sodium nitroprusside added to sodium fusion extract, the presence of sulfur is indicated by formation of a violet colored complex. പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കേണ്ടതാണ്. ഡിറ്റക്ഷൻ ഓഫ് സൾഫർ, ലസൈനീസ് ടെസ്റ്റ്. ഓർഗാനിക് കോമ്പൗണ്ടിനെ മെറ്റാലിക് സോഡിയം വെച്ച് ഫ്യൂസ് ചെയ്യുന്നു. അതിൽ കിട്ടുന്ന ഫൈനൽ ഫിൽട്രേറ്റ് സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലസൈനി ഫ്യൂഷൻ എക്സ്ട്രാക്ട് അഥവാ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതിൽ സൾഫറിൻ്റെ ഡിറ്റക്ഷൻ, ആ ഭാഗം നന്നായിട്ട് പഠിക്കുക. 2 പ്രധാനപ്പെട്ട റിയാക്ഷൻസ് പറയുന്നുണ്ട്. ഒന്ന് എന്താണ്? ലെഡ് അസറ്റേറ്റ് വിത്ത് അസറ്റിക് ആസിഡ്. ഈ ലസൈനി എക്സ്ട്രാക്റ്റിൽ കുറച്ച് അസറ്റിക് ആസിഡ് ഒഴിക്കുക, അതിലേക്ക് ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ബ്ലാക്ക് ലെഡ് സൾഫൈഡ് കോമ്പൗണ്ട് കിട്ടും, പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് സൾഫർ ഉണ്ട് എന്ന് കൺഫേം ചെയ്യാം. അത് ഒന്ന്. രണ്ടാമത്തെ ടെസ്റ്റാണ് ഇവിടുത്തെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം. ലസൈനി എക്സ്ട്രാക്ട് ആഡഡ് വിത്ത് സോഡിയം നൈട്രോപ്രുസൈഡ്. സോഡിയം നൈട്രോപ്രുസൈഡ്, റൈറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? ലസൈനി എക്സ്ട്രാക്റ്റിൽ ഉള്ള സോഡിയം സൾഫൈഡ്, it is interacting with Na2FeCN 5 times NO. ഇതിനെയാണ് സോഡിയം നൈട്രോപ്രുസൈഡ് എന്ന് പറയുന്നത്. സോഡിയം നൈട്രോപ്രുസൈഡ് പഠിച്ചിട്ടില്ലാത്തവരൊന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ലസൈനി എക്സ്ട്രാക്റ്റിലുള്ള സോഡിയം സൾഫൈഡ് ഉണ്ടെങ്കിൽ അതാണല്ലോ ടെസ്റ്റ്. ആ സോഡിയം സൾഫൈഡും സോഡിയം നൈട്രോപ്രുസൈഡും കൂടെ റിയാക്ട് ചെയ്യും, ആൻഡ് യു വിൽ ഗെറ്റ് സോഡിയം തയോനൈട്രോപ്രുസൈഡ്, FeNa4 FeCN5 NOS. ഇതാണ് സോഡിയം തയോ എന്ന് വെച്ചാൽ സൾഫർ ആണ്, തയോ നൈട്രോപ്രുസൈഡ്. ഇതാണ് വയലറ്റ് കളേർഡ് ആയിട്ട് കാണാൻ സാധിക്കും, വയലറ്റ് കളേർഡ് പ്രോഡക്റ്റ്, റൈറ്റ്. അപ്പോൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ സൾഫർ ഉണ്ട് എങ്കിൽ ലസൈനി എക്സ്ട്രാക്റ്റിൽ, വെൻ ദാറ്റ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് മെറ്റാലിക് സോഡിയം, ലസൈനി എക്സ്ട്രാക്റ്റിൽ എന്തുണ്ടാവും? സോഡിയം സൾഫൈഡ് ഉണ്ടാവും. ആ സോഡിയം സൾഫൈഡ് റിയാക്ടിങ് വിത്ത് സോഡിയം നൈട്രോപ്രുസൈഡ്, യു ഗെറ്റ് സോഡിയം തയോനൈട്രോപ്രുസൈഡ്, വയലറ്റ് കളർ. നമ്മുടെ ചോദ്യം ഇയാളെ കുറിച്ചാണ്. നമ്മളോടിപ്പോൾ ചോദിക്കുന്നത് ഇയാളെ കുറിച്ചാണ്. ഇയാളുടെ ഫോർമുല അറിയാമോ എന്നാണ് ചോദ്യം. നോക്കൂ, സോഡിയം തയോനൈട്രോപ്രുസൈഡ്, ഓൺലി ആനയോണിക് പാർട്ട് ഈസ് ഗിവൺ. ഈ പാർട്ട് മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ, ആ പാർട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് FeCN5NOS. FeCN5NOS. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ശരിയല്ലേ മക്കളെ? ആൻസർ ഈസ് ഓപ്ഷൻ ബി, സോഡിയം തയോനൈട്രോപ്രുസൈഡ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ സൾഫറിൻ്റെ 3 ടെസ്റ്റ് പഠിക്കുക. 1 ലെഡ് സൾഫൈഡ് ബ്ലാക്ക് കളർ, 2 സോഡിയം തയോനൈട്രോപ്രുസൈഡ് വയലറ്റ് കളർ. അത് ഇതാണ്, റൈറ്റ്. പിന്നൊന്ന് നൈട്രജനും സൾഫറും കൂടെ കമ്പൈൻഡ് ആയിട്ടൊരു ടെസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് വിത്ത് ഫെറസ് സൾഫേറ്റ്. ഫെറിക് ആയിക്കഴിഞ്ഞാൽ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ലസൈനി എക്സ്ട്രാക്റ്റിൽ ഒരു ബ്ലഡ് റെഡ് കളർ കിട്ടും. ഫെറിക് തയോസൈനേറ്റിന്റെ ബ്ലഡ് റെഡ് കളർ കിട്ടും. ദാറ്റ്സ് എ കമ്പൈൻഡ് ടെസ്റ്റ് ഫോർ നൈട്രജൻ സൾഫർ. ഇങ്ങനെ 3 സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. ആ ഭാഗം എല്ലാവരും നന്നായിട്ട് ഇന്ന് തന്നെ പഠിക്കണം. പഠിച്ചിട്ടുള്ളവർ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം.
In Dumas method of nitrogen estimation, 0.14 gram organic compound gave 22.4 ml nitrogen at STP. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ആണ് ചോദ്യം. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ആണ് ചോദ്യം. ഇപ്പോൾ ഡ്യുമാസ് മെത്തേഡിൽ നൈട്രജൻ്റെ പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ടോ? വെരിഫൈ ചെയ്യുക. വാട്ട് ഈസ് എ ഫോർമുല? പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അല്ലാത്തവർ പഠിക്കാം. Percentage of nitrogen in Dumas method 28 into volume of N2 at STP into 100 divided by 22,400 into weight of organic compound. ഈ ഫോർമുല ഓർമ്മയുണ്ടോ? ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ചെക്ക് ചെയ്യുക. പഠിച്ചിട്ടില്ലാത്തവർ ആ ഫോർമുല പഠിക്കുക. റൈറ്റ്? ഓർമ്മയുള്ളവരാണെങ്കിൽ ഓക്കെ ഫൈൻ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ആൻസർ. വാട്ട് ഈസ് ദി ആൻസർ? ഇറ്റ് ഈസ് 28. വോള്യൂം എത്രയാടാ? 22.4 ml ആണ്. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 22,400 ഇൻറ്റു വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.14 അല്ലേ? ഈ 2 0 ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14 എന്ന് കിട്ടും. 14 ഇവിടെ കട്ട് ചെയ്താൽ 2 എന്ന് കിട്ടും. ഇനി 22.4 ഇൻറ്റു 10 എന്ന് എഴുതിയാൽ ഇത് കട്ട് ചെയ്യാം. റൈറ്റ്? ഈ 10 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 10 കിട്ടും. സോ ദി ആൻസർ ഈസ് ഓവർ. 20 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞു. 20%. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷനേ ഉള്ളൂ. പക്ഷേ ആ ഫോർമുല അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ് അല്ലേ? റൈറ്റ്. ഈ ഫോർമുല ഓർമ്മയുണ്ടോ നോക്ക് കേട്ടോ. ഓക്കെ, അടുത്തത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ഫൗണ്ട് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്? അറിയാലോ മക്കളെ, ഒരു ബോണ്ട് മാത്രമാണെങ്കിൽ സിഗ്മ ബോണ്ട് ആയിരിക്കും. മൾട്ടിപ്പിൾ ബോണ്ട് വന്നാൽ ഒരു സിഗ്മയും മറ്റേത് പൈയും അല്ലേ? അപ്പൊ എത്രയാ സിഗ്മ ബോണ്ട് ഇവിടെ വരിക? ഇതിന്റെ ഒരു ഡീറ്റെയിൽ സ്ട്രക്ചർ ഒന്ന് വരച്ചോളൂ. CH3 CH ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് CH C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിൽ ഏതൊക്കെയാണ് സിഗ്മ ബോണ്ട് വരുന്നത്? സിഗ്മ ബോണ്ട് ഏതൊക്കെയാ? സിഗ്മ 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 സിഗ്മ. ഒരെണ്ണം സിഗ്മയും മറ്റേത് പൈയും അല്ലേ? സിഗ്മ, ഇവിടെ ഒരു പൈ. സിഗ്മ സിഗ്മ, ഒരു സിഗ്മയും 2 പൈയും സിഗ്മ. സോ 1 2 3 4 5 6 7 8 9 10 11 സിഗ്മ. 11 സിഗ്മ കഴിഞ്ഞു. 11 സിഗ്മ ഓവർ. പിന്നെ എത്ര പൈ ഉണ്ട്? 3 പൈ. 3 പൈ ബോണ്ടും 11 സിഗ്മ ബോണ്ടും. ഇത് നമ്മൾ ഓർഗാനിക് പഠിച്ചു തുടങ്ങുമ്പോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു എക്സർസൈസ് ആണ്. റൈറ്റ്? വളരെ സിമ്പിളാണ്. അത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എല്ലാ എക്സാമ്പിൾസും ഒന്ന് എഴുതി നോക്കുക കേട്ടോ. റൈറ്റ്, അടുത്ത ചോദ്യം. ഇൻ കാരിയസ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഹാലോജൻ 0.4 gram organic compound give 0.188 gram silver bromide. What is the percentage of bromine? Once again, ഫോർമുല അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ ഫോർമുല ഓർമ്മയുണ്ടോ? എസ്റ്റിമേഷൻ ഓഫ് ബ്രോമിൻ, പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ ഈസ് ഈക്വൽ ടു ബ്രോമിൻ്റെ അറ്റോമിക് മാസ് ഇൻറ്റു വെയിറ്റ് ഓഫ് AgBr ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് AgBr. മോളാർ മാസ് ഓഫ് AgBr 108ഉം 80ഉം 188 അല്ലേ? മോളാർ മാസ് ഓഫ് AgBr 188 ഇൻറ്റു വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഈ ഫോർമുല നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ഫോർമുല ഓർക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ സാധിക്കുക. റൈറ്റ്? അത് കഴിഞ്ഞു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. എത്ര വരിക? 80 ഇൻറ്റു weight of AgBr 0.188 into 100 by molar mass 1. കണ്ടോ, ഡാറ്റയൊക്കെ എത്ര സിമ്പിളായിട്ടാണ് തന്നിരിക്കും. ഇതിലും കൂടുതലായിട്ട് എങ്ങനെ സിമ്പിളായിട്ട് തരിക? ഇൻറ്റു 0.4 gram എന്ന് കിട്ടും അല്ലേ? ശരിയല്ലേ? എന്താ മക്കളെ വരിക? ഈ 2 സീറോയും ഈ സീറോയും കട്ട് ചെയ്താൽ നമുക്കിതിനെ 188 എന്ന് എഴുതാം. ഇവിടെ ഇത് ക്യാൻസൽ ആവും. റൈറ്റ്? Now 8/0.4 എന്ന് വെച്ചാൽ 80/4. It is again 20%.
20%. നേരത്തെ ഇതേപോലെ എന്തോ ഒരു ആൻസറാണ് കിട്ടിയത്. 20. ഓപ്ഷൻ എ 20% ഈസ് ദി ആൻസർ. കാൽക്കുലേഷൻ വളരെ ലളിതമാണ് അല്ലേ? വളരെ ആ ഫോർമുല ഓർമ്മയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സോ വെൻ യു സീ ദിസ് വീഡിയോ, ടേക്ക് ദിസ് എസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ റിവൈസിങ് ദോസ് ഫോർമുല. അവിടുന്ന് ഒരു ചോദ്യം വരുന്നു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതിൻ്റെ അപ്പുറത്തുള്ള ഫോർമുലയും കൂടെ നോക്കണം കേട്ടോ. കാരണം 2024 ഇത് ചോദിക്കുമ്പോൾ 2025 തൊട്ടടുത്തുള്ളതാണല്ലോ ചോദിക്കുക. അപ്പം അതും കൂടെ നോക്കുക. ഓക്കെ, അടുത്തത്. Which one of the following compounds can exhibit both optical and geometrical isomerism? Optical isomerism വേണം, ബോത്ത് കേട്ടോ, ബോത്ത് ഓപ്റ്റിക്കൽ ആൻഡ് ജോമെട്രിക്കൽ ഐസോമറിസം. ഓപ്റ്റിക്കലും വേണം, ജോമെട്രിക്കലും കാണിക്കണം. ആരാണ് കാണിക്കുക? ഓപ്ഷൻ എ 2-chloro-pent-2-ene. ഓപ്ഷൻ എ pent-2-ene, pent-2-ene 2-chloro. So this will be CH3 CCl CH CH2 CH3. ഇതിന് ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, ഓപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ദർ ഇസ് നോ ഓപ്റ്റിക്കൽ ഐസോമറിസം. കാരണം കൈറാൾ സെന്റർ ഇല്ല മക്കളെ, കൈറാൾ സെന്റർ ഇല്ല. ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. ഇറ്റ് ക്യാൻ ഷോ സിസ് ആൻഡ് ട്രാൻസ്. ഇവിടെ ഈ റീജിയനിൽ സിസ് ആൻഡ് ട്രാൻസ് കാണിക്കാം, CS3യും CLും പിന്നെ Hഉം ഈത്തൈലും. ഇറ്റ് ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം, പക്ഷേ ഓപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല കേട്ടോ. ഓപ്ഷൻ ബി അഗെയിൻ പെൻഡീൻ ആണ്, pent-2-ene ആണ്. 5-chloro-pent-2-ene, 5-chloro, ഇവിടെയാണ് ക്ലോറിൻ കേട്ടോ, ഇവിടെയാണ് ക്ലോറിൻ. സോ ഇറ്റ് ഈസ് CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH2Cl. ഇതിന് ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, ഓപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. കാരണം കൈറാൾ സെന്റർ ഇല്ല. ദർ ഇസ് നോ കൈറാൾ സെന്റർ. ജോമെട്രിക്കൽ ഐസോമറിസം ആവാം. നോക്ക്, ഇവിടെ സിസും ട്രാൻസും കാണിക്കും, ഇവിടെ സിസും ട്രാൻസും കാണിക്കും. ഒന്ന് വരച്ച് നോക്കണം കേട്ടോ, സിസും ട്രാൻസും കാണിക്കും. പക്ഷേ ഓപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ഓപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ മക്കൾ അറിയാമെന്ന് വിചാരിക്കുന്നു, കൈറാൾ സെന്റർ ഉണ്ടാവണം. കൈറാൾ സെന്റർ എങ്ങനെയാ കാണുക? വാട്ട് ഈസ് കൈറാൾ സെന്റർ? ഇങ്ങനെ വരണം അല്ലേ, ABCD ഇങ്ങനെ വരുമ്പോഴാണ് കൈറാൾ സെന്റർ ഉണ്ടാവുക. അത് ഇവിടെയില്ല, ഇവിടെയില്ല. റൈറ്റ്. ഇനി അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല കേട്ടോ. ഇനി ഓപ്ഷൻ സി 4-chloro-pent-2-ene. ഓപ്ഷൻ സി, ഇത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ സി 4-chloro-pent-2-ene. pent-2-ene 1 2 3 4 4-chloro 1 2 3 4 4-chloro, and this is the answer. CH3 CH double bond CH CHCl CHCl CH3. ഇപ്പൊ നോക്കൂ മക്കളെ, ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, ആൻഡ് ദിസ് കാർബൺ ഈസ് കൈറാൾ. ആ കാർബൺ കൈറാലാണ്, ആൻഡ് ഇറ്റ് ക്യാൻ ഷോ ബോത്ത് ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഓപ്റ്റിക്കൽ ഐസോമറിസം. It can show both the geometrical isomerism and optical isomerism. Right? ഒന്ന് നോക്കിയിട്ട് അവിടെ, ഇവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ഇവിടെ CH3, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ CCl H CH3. കണ്ടോ ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസം. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് സിസ് ആണ്. And this carbon is chiral in nature. നോക്കടാ, ABCD കണ്ടോ, ABCD ഇത് കൈറാലാണ്. അപ്പൊ ഇവിടെ കൈറാൾ സെന്റർ ആണ്, ഇത് ജോമെട്രിക് സെന്റർ ആണ്. 2 സ്റ്റീരിയോ സെന്റർ ഉണ്ട്. ടോട്ടലി 4 ഐസോമേഴ്സ് കിട്ടും. സിസ് ഡെക്സ്ട്രോലീവോ, ട്രാൻസ് ഡെക്സ്ട്രോലീവോ, 4 ഐസോമേഴ്സ് കിട്ടും. ആൻഡ് അവർ ആൻസർ ഈസ് ദാറ്റ് വൺ. ഇതാണ് നമ്മുടെ ഉത്തരം കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ എ അല്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ബി അല്ല എന്ന് കണ്ടുപിടിച്ചു, സി ആണ് ഉത്തരം. ഡിയും ഇയും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. പ്ലീസ് വെരിഫൈ യുവർ സെൽഫ്. അത് നിങ്ങൾക്കൊരു എക്സർസൈസ് ആയിട്ടിരിക്കട്ടെ. ഇത് രണ്ടും എന്തുകൊണ്ട് ആൻസർ ആയില്ല എന്ന് നിങ്ങളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക.
Try to figure out why D is not the answer. Try to figure out why E is not the answer. ഒന്ന് ചെക്ക് ചെയ്യാമോ? ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡിക്കും ഇക്കും പോകുന്നില്ല. പോകാതിരിക്കാനുള്ള ഒരു കാരണം അത് നിങ്ങൾക്കൊരു പ്രാക്ടീസും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസവും ഓപ്റ്റിക്കൽ ഐസോമെറിസവും കാണിക്കുന്ന ഉദാഹരണമായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ചൂസ് ദ അക്കൈറാൽ മോളിക്യൂൾ ഇൻ ദ ഫോളോയിങ് എന്നാണ് ചോദ്യം. ഇതിൽ അക്കൈറാൽ മോളിക്യൂൾ കണ്ടുപിടിക്കണം. അക്കൈറാൽ. ഓപ്ഷൻ എ 2-bromo-butane. 2-bromo-butane. നോക്കൂ മക്കളെ, ഇത് കൈറാലാടാ. ദിസ് ഈസ് കൈറാൽ. ദിസ് കാർബൺ ഈസ് കൈറാൽ. ABCD. ഇത് കൈറാലാണ്. നമ്മുടെ ആൻസർ അല്ല. നമുക്ക് വേണ്ടത് അക്കൈറാൽ സിസ്റ്റമാണ്. 3-nitropentane. ഓപ്ഷൻ ബി 3-nitropentane. ഇതാണ് നമ്മുടെ ഉത്തരം. നോക്ക്, ഇത് കൈറാലല്ല. ദിസ് ഈസ് അക്കൈറാൽ. കാരണം ഇവിടെ കൈറാലിറ്റി ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നോക്ക്, ABC ഇങ്ങനെ വരാൻ പാടില്ല. ഇത് രണ്ടും സെയിം ഗ്രൂപ്പ് അല്ലേടാ, അല്ലേ? ഇത് രണ്ടും സെയിം ഗ്രൂപ്പ് അല്ലേ? ശരിയല്ലേ? 3-nitropentane 1 2 3 4 5 3-nitropentane. ഈ ഗ്രൂപ്പും എത്തിൽ ഗ്രൂപ്പ് സെയിം ആണ്. അപ്പൊ അതിൽ കൈറാലിറ്റി ഇല്ല. സോ അവർ ആൻസർ ഈസ് ദിസ് ഈസ് അക്കൈറാൽ ആൻഡ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദിസ് ഈസ് അവർ ആൻസർ. റൈറ്റ്? ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. എഗെയിൻ CDE ഉണ്ട്. ഞാൻ അതിൽ ഒരെണ്ണം ഡിസ്കസ് ചെയ്യാം, ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ ഇ എന്തുകൊണ്ട് ആൻസർ ആവുന്നില്ല നോക്കാം. 2-hydroxypropanoic acid. This is propanoic acid and this is 2-hydroxypropanoic acid and you can very well see this is chiral in nature. ഇത് കൈറാലാണ്. എന്തുകൊണ്ട് കൈറാലായി? വെരി സിമ്പിൾ. നോക്കടാ, ABCD എന്ന് വന്നു, കൈറാലാണ്. So a tetrahedral carbon with 4 different atoms or groups is chiral in nature. അല്ലേ? പഠിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പോൾ നോക്ക്, ഈ കൈറാൽ ആണ് നമ്മുടെ ഉത്തരം അല്ല. സിയും ഡിയും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. യു പ്ലീസ് ട്രൈ ടു ഫിഗർ ഔട്ട് എന്തുകൊണ്ട് സി ആൻസർ അല്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് സി കൈറാൽ ആകുന്നത്, ഡി എങ്ങനെ കൈറാലായി ഒന്ന് വരച്ചു നോക്കി സ്വയം ബോധ്യപ്പെടുക. ആൻസർ ഈസ് ഓൾറെഡി റിസീവ്ഡ്. ഓപ്ഷൻ ബി. കേട്ടോ? ഓക്കെ, അടുത്ത ചോദ്യം. IUPAC നെയിം ഓഫ് ദ ഗിവൺ മോളിക്യൂൾ. ഇതിന്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കൂ. CH2 3 പ്രാവശ്യം. CH2 3 പ്രാവശ്യം. അഗെയിൻ CH2 CO CH3. നോക്ക്, മോളിക്യൂളിന്റെ പ്രത്യേകത നോക്ക് മക്കളെ. 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഏതൊക്കെയാ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്? ഇവിടെ ഒരു OH വന്നിട്ടുണ്ട്, ഇവിടെ ഒരു CO വന്നിട്ടുണ്ട്. 2 ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഏതാണ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് സെലക്ട് ചെയ്യണം. അറിയാമല്ലോ. അതിൻ്റെ ഓർഡർ പഠിച്ചിട്ടുണ്ടോ? പഠിക്കുക. അതിൻ്റെ ഓർഡർ പഠിക്കുക. കാർബോക്സിലിക് ആസിഡ് അല്ലെ, സൾഫോണിക് ആസിഡ്, എസ്റ്റർ, ആസിഡ് അമൈഡ്, ആസിഡ് ക്ലോറൈഡ്, ആൽഡിഹൈഡ്, കീറ്റോൺസ്, അമീൻ അല്ലെ, ആൽക്കഹോൾസ്, അമീൻസ്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അങ്ങനെ വരുന്ന ഒരു ഓർഡർ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരാളെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ഓർഡർ ബോൾഡായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പഠിച്ചിട്ടില്ലാത്തവർ അത് പഠിക്കണം. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൽഡിഹൈഡ് കീറ്റോൺസ് കഴിഞ്ഞിട്ടാണ് ആര് വരിക? ആൽക്കഹോൾ വരിക. ആൽഡിഹൈഡ് കീറ്റോൺസ് കഴിഞ്ഞിട്ടാണ് ആൽക്കഹോൾ വരിക എന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇതാണ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതറിഞ്ഞാലേ നമ്പർ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം അവിടുന്ന് ഇടണോ ഇവിടെ ഇടണോ തീരുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? അപ്പോൾ പാരന്റ് ചെയിൻ നമ്പറിങ് എങ്ങനെയായി? 1 2 3 4
5, 6, 7. 7 ഹൈഡ്രോക്സി. ഇതിന്റെ പേര് പ്രഫിക്സ് ആയിട്ട് പറയണം അല്ലെ, ഇതിന്റെ പേര് പ്രഫിക്സ് ആയിട്ട് പറയണം. 7 ഹൈഡ്രോക്സി ഹെപ്റ്റനോൺ. ഹെപ്റ്റൻ 2 ഓൺ ഉണ്ടോ? 7 ഹൈഡ്രോക്സി ഹെപ്റ്റൻ 2 ഓൺ. 7 hydroxy heptane 2 on. Option B is the correct answer. 7 hydroxy heptane 2 on എന്ന് ലഭിക്കും. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, തന്നിരിക്കുന്ന മോളിക്യൂൾ കൃത്യമായിട്ട് എഴുതാൻ അറിയണം. രണ്ട്, പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ അറിയണം. അത് കഴിഞ്ഞ് കൃത്യമായിട്ടൊന്ന് അതിൻ്റെ പേരിലേക്ക് പോവാൻ ഉള്ള ആ എലിമെൻ്ററി ആസ്പെക്ട്സ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക. ബാക്കി പേരുകൾ നോക്കുക. ആ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. യെസ്. അടുത്തത്, ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ഫോളോയിങ് കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി അറിയാലോ അല്ലേ മക്കളെ? എന്താ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി? ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി, മെത്തിൽ എന്നാണ് അല്ലേ. സോ ദിസ് ഈസ് ടെർഷ്യറി. അപ്പോൾ 1 മാക്സിമം. ബാക്കിയുള്ളവരെയും കൂടെ നോക്കാം നമുക്ക്. ഇത് പ്രൈമറി ആണ്. ദിസ് ഈസ് ടെർഷ്യറി, ദിസ് ഈസ് പ്രൈമറി, ആൻഡ് ദിസ് ഈസ് സെക്കൻഡറി. So a carbocation, this is tertiary carbocation, this is primary carbocation, and this is secondary carbocation. So the order is 1 maximum. Cut ചെയ്തു. 1 maximum. രണ്ടാം സ്ഥാനത്ത് 3. 1, 3, 2. Option D is our correct answer. അല്ലേ? ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. 1 maximum. ഇത് കഴിഞ്ഞാൽ ഇത്, അത് കഴിഞ്ഞാൽ ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. റൈറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 1 mole of an alkene on ozonolysis gives a mixture of 1 mole pentane 3-on and 1 mole methanol. The alkene is നമുക്ക് കിട്ടുന്നത് pentane 3-on and methanol. ആൽക്കീൻ ഏതാണ്? എടുത്തു നോക്കാം. ഓപ്ഷൻ എ 3-ethyl but 1-ene. This is but 1-ene. 1, 2, 3. 3-ethyl but 1-ene എന്ന പേര് തന്നെ തെറ്റാണ് അല്ലേ? 3-ethyl but 1-ene. 1, 2, 3. 3-ethyl but 1-ene എന്ന് പറയുന്നത് ശരിക്കും 1, 2, 3. 3-methyl pent 1-ene എന്നാണ് ആ പേര്. ഈ പേര് തന്നെ തെറ്റാണ് കേട്ടോ. ഈ പേര് തന്നെ തെറ്റാണ്. ശരി, പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. CH3 CH CH2 CH3 CH2. ഇതിൻ്റെ ഓസോണോലിസിസ് പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓസോണോലിസിസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? എന്താ ചെയ്യണ്ടേ? കാർബൺ ഡബിൾ ബോണ്ട് കാണുന്ന ഭാഗത്തെല്ലാം ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ഓരോ ഓക്സിജൻ അറ്റാച്ച് ചെയ്താൽ മതി. ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലേ? കാർബൺ ഡബിൾ ബോണ്ട് കാണുന്ന സ്ഥലത്ത് ഒക്കെ ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു ഓക്സിജൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പുറത്തെ ഒരു ഓക്സിജൻ, ഇപ്പുറത്തെ ഒരു ഓക്സിജൻ. ആൻഡ് പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ്, ഇവിടെ എന്താ പ്രോഡക്റ്റ് കിട്ടുക? CH3 CH CH2 CH3 CHO പ്ലസ് HCHO. അപ്പോൾ മെത്തനാൽ ഓക്കെയാണ്. പക്ഷേ പെൻറ്റൻ 3-on, ഇത് പെൻറ്റൻ 3-on അല്ല. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആൻസർ അല്ല. ദാറ്റ് ഗീവ്സ് എ ഡിഫറെന്റ് വൺ, റൈറ്റ്? ഇനി അടുത്തത് 2-methyl pent 1-ene. This is pent 2 pent. 2-methyl pent 1-ene. This is 2-methyl pent 1-ene. CH3 CH2 CH2 CH3 CH2. എഴുതിയത് ശരിയാണോ നോക്കണേ മക്കളെ? ശരിയല്ലടാ. 2-methyl pent 1-ene. 1, 2, 3, 4, 5. pent 1-ene 2-methyl. And this is the answer. ഇതാണ് നമ്മുടെ ഉത്തരം. നോക്കടാ, എന്താ കിട്ടുക?
ഇവിടെ വെച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തിട്ടോ രണ്ട് വശത്തും ഓരോ ഓക്സിജൻ അറ്റാച്ച് ചെയ്തു. വാട്ട് ഇസ് ദ റിസൾട്ട്? ഒന്ന് മെത്തനാൽ എന്ന് കിട്ടി, HCHO. രണ്ടാമത്തെ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്ക്, ഇതാണ് പ്രോഡക്റ്റ്. വാട്ട് ഇസ് എ പ്രോഡക്റ്റ്? CH3 CH2 CH2 CO CH3 CH3 CH2 CH2 CO CH3. That means 1 2 3 4 5 2 pentanone. അല്ല നമുക്ക് വേണ്ടത് 3 pentanone ആണ് കേട്ടോ. നമുക്ക് വേണ്ടത് 3 pentanone ആണ്. ഇത് 2 pentanone ആണ്. ദിസ് ഈസ് 2 pentanone. അപ്പോൾ അത് ആൻസർ അല്ല കേട്ടോ. അപ്പോൾ എ ആൻസർ അല്ല, ബി ആൻസർ അല്ല. സി നോക്കാം. ദാറ്റ് ഈസ് 2-ethyl but 1-ene. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ബി ആണ് കേട്ടോ. ചെയ്യാൻ പോകുന്നത് സി ആണ്. 2-ethyl but 1-ene. 1 2 3 4 but 1-ene 2-ethyl. This is 2-ethyl but 1-ene എന്ന് വെച്ചാൽ CH3 CH2 C double bond CH2 CH2 CH3. ഇതാണ് ഉത്തരം കേട്ടോ. ഇതാണ് ഉത്തരം അല്ലേ? നേരത്തെ ഉത്തരം അതാന്ന് പറഞ്ഞു, പക്ഷെ ഞാനിത് ഇവിടെ നോക്കിയില്ലായിരുന്നു കേട്ടോ. ഇത് ഉത്തരമാണ്. നോക്കടാ, ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. ആൻഡ് അറ്റാച്ച് 1 oxygen here and 1 oxygen here. This you get formaldehyde, HCHO, that is methanol. And this what you get is CH3 CH2 CO CH2 CH3. നോക്കൂ മക്കളെ, CH3 CH2 CO CH2 CH3. That is pentane 3 on. And that is matching with the condition. Answer is option C. കേട്ടോ, option C is the correct answer. എന്തായാലും പതിവ് പോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ രണ്ട് ചോയ്സ് റെഡിയാണ്. ഓപ്ഷൻ ഡിയും ഇയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. എനിവേ, എങ്ങനെയാണ് ഓസോണോലിസിസ് പ്രോഡക്റ്റ് നമ്മൾ പരിശോധിക്കേണ്ടത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യണ്ട, എവിടെയൊക്കെ ഡബിൾ ബോണ്ട് കാണുന്നുണ്ടോ അവിടെയെല്ലാം മുറിച്ചു മാറ്റുക. അതിൻ്റെ രണ്ട് വശത്തും ഓരോ ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് പ്രോഡക്റ്റ് അങ്ങ് ഡെലിവർ ചെയ്യാം. റൈറ്റ്, നോക്കൂ, ഇവിടെ വെച്ച് മുറിച്ചു മാറ്റി. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. അപ്പോൾ ഈ കാർബൺ CHO ആയിട്ട് മാറും. ഈ കാർബൺ, ഇത് CH2 ആയിരുന്നു കേട്ടോ, CH2, ദാറ്റ് ഈസ് HCHO എന്നായിട്ട് മാറും. റൈറ്റ്, എപ്പോഴും ടെർമിനൽ കാർബൺ മെത്തനാൽ ആയിട്ട് മാറും. ഇന്റർവെനിങ് കാർബൺ ആണെങ്കിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആവും, ഹൈഡ്രജൻ ഇല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് ആവും. നോക്കുക, ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇന്റർവെനിങ് കാർബൺ ആണെങ്കിൽ, ഇന്റർവെനിങ് കാർബൺ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ് ആവും. എപ്പോഴും ടെർമിനൽ എന്തായിട്ട് മാറും? മെത്തനാലായിട്ട് മാറും. ടെർമിനൽ കാർബൺ എപ്പോഴും മെത്തനാലായിട്ട് മാറും. ഇന്റർവെനിങ് കാർബൺ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ് ആവും, ഹൈഡ്രജൻ ഇല്ലെങ്കിൽ കീറ്റോൺ ആയിട്ട് മാറും. റൈറ്റ്, അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ച ഈ ഒരു സംഗതി കൃത്യമായിട്ട് കിട്ടുന്ന ഓപ്ഷൻ സിയിലാണ്. ആൻഡ് ദാറ്റ്സ് അവർ ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is incorrect with regard to ozonolysis? It involves addition of ozone on alkene. Exactly, it involves addition of ozone on alkene. ആ റിയാക്ഷൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് തന്നെ? CH2 ഡബിൾ ബോണ്ട് CH2 ആഡ് വിത്ത് ഓസോൺ. ഈ ഓസോൺ ഇവിടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ദിസ് ഈസ് ഓസോൺ. ഓസോൺ ഇവിടെ ആഡ് ചെയ്യും. എന്ത് കിട്ടും നിങ്ങൾക്ക്? എത്തിലീൻ ഓസോണൈഡ് കിട്ടും, ഓർ എത്തീൻ ഓസോണൈഡ് കിട്ടും. ആൻഡ് ഫർദർ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് സിങ്ക് ആൻഡ് വാട്ടർ. ദർ വിൽ ബി റിഡക്ഷൻ ക്ലിവേജ്. എന്താ മക്കളെ ചെയ്യാം? ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തു, ഇത് ബ്രേക്ക് ചെയ്തു. സിങ്ക് ഈ ഓക്സിജനെയും കൊണ്ട് സ്ഥലം വിട്ടു. ആൻഡ് ദ റിമൈനിങ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് ദ പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. And what do you get? The product obtained is 2 molecules of HCHO. ഇതാണ് റിയാക്ഷൻ. ഇത് കണ്ടെത്താനുള്ള മാർഗമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്.
എന്ത് മാർഗം? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് കാണുന്ന സ്ഥലത്ത് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, HCHO 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 രണ്ടെണ്ണം. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് അഡീഷൻ ഓഫ് ഓസോൺ ടു ആൽക്കീൻ. കറക്റ്റ് ആണ്. വി വാണ്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. An unsymmetrical alkene give two different carbonyl compounds. കറക്റ്റ് അല്ലേ? അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ വ്യത്യസ്ത കാർബോണൈൽ കോമ്പൗണ്ട്സ് ആണ് കിട്ടുക. അപ്പോൾ സെയിം ആൽഡിഹൈഡ് കിട്ടാം, ഡിഫറെന്റ് ആൽഡിഹൈഡ് കിട്ടാം, ആൽഡിഹൈഡും കീറ്റോണും കിട്ടാം അല്ലേ? അതും കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ഇൻ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. കറക്റ്റ് ആണ്. എത്ര ഡബിൾ ബോണ്ട് ഉണ്ടോ അത്രയും സ്ഥലത്ത് മുറിഞ്ഞു പോവും. എവിടെയൊക്കെ ഡബിൾ ബോണ്ട് ഉണ്ടോ അതൊക്കെ ബ്രേക്ക് ആവും. Ozonolysis is a test for unsaturation. It's a test for type of unsaturation. It's a test for number of unsaturation. It's a test for position of unsaturation. എത്ര ഡബിൾ ബോണ്ട് ഉണ്ട് കണ്ടുപിടിക്കാം. എവിടെയൊക്കെയാണുള്ളത് കണ്ടുപിടിക്കാം. ബെൻസീൻ്റെ സ്ട്രക്ചർ കൺഫേം ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള റിയാക്ഷനാണ് ഓസോണോലിസിസ്. കേട്ടോ? അപ്പോൾ അതും കറക്റ്റ് ആണ്. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട്. തെറ്റാണ്. അതാണ് ഉത്തരം. അതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് ഈസ് ദി ആൻസർ. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറ്റക്ട് ദ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് എത്രണ്ണം ഉണ്ട്, എവിടെയൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഈ രണ്ട് മോളിക്യൂൾ നോക്കടാ. ഈ രണ്ട് മോളിക്യൂള് ഡബിൾ ബോണ്ട് ഇങ്ങനെയാണോ അതോ ഡബിൾ ബോണ്ട് ഇങ്ങനെയാണോ എന്ന് കണ്ടുപിടിച്ചൂടെ? നോക്ക്, ഇത് 1 2 3 4 5 6 കാർബൺ, 1 2 3 4 5 6 കാർബൺ. ഡബിൾ ബോണ്ട്, 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ 2 ഡബിൾ ബോണ്ട് ഇങ്ങനെയാണോ എന്ന് വ്യക്തമായിട്ട് ഓസോണോലിസിസിലൂടെ കണ്ടുപിടിക്കാം. കാരണം രണ്ടിലും കിട്ടുന്ന പ്രോഡക്റ്റിനെ ഒന്ന് അനലൈസ് ചെയ്താൽ മതി. അപ്പോൺ അനലൈസിങ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ്, ഓസോണോലിസിസ് ക്യാൻ ടെൽ യു വേർ ദ ഡബിൾ ബോണ്ട് ഈസ്. So I repeat, ozonolysis is a test for unsaturation. Ozonolysis is a test for type of unsaturation. അപ്പോൾ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് വരുന്നത് ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ എന്ന് കണ്ടുപിടിക്കാം. എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഇതാണ് ഓസോണോലിസിസ് റിയാക്ഷന്റെ പ്രത്യേകത. സോ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷൻ ഡി. ആൻഡ് ഓപ്ഷൻ ഇ, ഓസോണൈഡ് വിൽ അണ്ടർഗോ ക്ലീവേജ് ബൈ സിങ്ക് വാട്ടർ. ദിസ് ഈസ് കോൾഡ് ഓസോണൈഡ്. This is called ozonite. It undergo cleavage with sink and water. അതും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following statement is incorrect എന്നാണ് once again ചോദിക്കുന്നത്. ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് എ പെർമനന്റ് എഫക്ട്. അറിയാലോ അല്ലേ മക്കളെ? ഹൈപ്പർ കോൺജുഗേഷൻ, ഐ എഫക്ട്, റെസൊണൻസ്, ഒരെണ്ണം മാത്രമേ ടെമ്പററി ഉള്ളൂ. അത് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് ടെമ്പററി ആണ്. ഐ എഫക്റ്റ് പെർമനന്റ് ആണ്. റെസൊണൻസ് പെർമനന്റ് ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ പെർമനന്റ് എഫക്റ്റ് ആണ് അല്ലേ? അടുത്തത്, ടെർഷ്യറി കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി. അറിയാലോ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്ലൂറിൻ ഹാസ് സ്ട്രോങ്ങർ -I ഇഫക്റ്റ് ദാൻ ക്ലോറിൻ. കറക്റ്റ് അല്ലേ? ഫ്ലൂറിൻ ബീയിങ് മോർ ഇലക്ട്രോ നെഗറ്റീവ്, അതിന്റെ -I എഫക്റ്റ് ക്ലോറിനേക്കാട്ടിലും കൂടുതൽ ഫലപ്രദമാണ് അല്ലെ? അടുത്തത്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ്. എന്താ സംശയം? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, സപ്പോസ് യു ഹാവ് എക്സ് ഹിയർ, ദിസ് ഈസ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ പ്ലസ്, ഹിയർ ഡെൽറ്റ പ്ലസ്, ഹിയർ ഡെൽറ്റ പ്ലസ് അല്ലെ? ആ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറഞ്ഞു വരും. മിക്കവാറും ഒരു തേർഡ് കാർബൺ കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡെഡ് എന്നാണ് നമ്മൾ പറയുക അല്ലെ? അപ്പൊ അതും കറക്റ്റ് ആണ്. ആൻസർ തീർച്ചയായിട്ടും ഓപ്ഷൻ ഇ ആയിരിക്കണം. കാരണം ബാക്കിയെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതായിരിക്കണം ആൻസർ. നോക്കാം നമുക്ക്. വെൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആൻഡ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഓപ്പറേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്രിഡോമിനേറ്റ്. തെറ്റാണ്. ഐ എഫക്റ്റും ഇലക്ട്രോമെറിക് എഫക്റ്റും വന്നാൽ ഇലക്ട്രോമെറിക് എഫക്റ്റ് പ്രിഡോമിനേറ്റ്സ്. കാരണം അത് പൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ഇറ്റ് ഈസ് പൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇൻ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ് ആണ്. അപ്പൊ അത് ആ റിയാക്ഷൻ നടക്കുന്ന സമയത്തുള്ളൊരു സ്ട്രോങ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ്. അത് ഐ എഫക്റ്റിനെ ഡോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റും ഇലക്ട്രോമെറിക് എഫക്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രിഡോമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുക കേട്ടോ.
Okay, so that is the correct answer. I mean incorrect statement. Okay, അടുത്ത ചോദ്യം. Which of the following is most reactive in aromatic electrophilic substitution reaction? We have benzene and chlorobenzene. Chlorobenzene പഠിച്ചിട്ടില്ലേ? Chlorine slightly deactivating ആണ്. Chlorine is slightly deactivating. It is slightly deactivating. Right? കാരണം അതിനൊരു മൈനസ് ഐ എഫക്റ്റ് ഉണ്ട്. ഡ്യൂ ടു മൈനസ് ഐ എഫക്റ്റ് ക്ലോറിൻ ഈസ് സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റിംഗ്. അപ്പോൾ എയും ബിയും നോക്കിക്കഴിഞ്ഞാൽ എ ആണ് ഉത്തരം, അല്ലേ? എയും ബിയും നോക്കിയാൽ എ ആണ് ഉത്തരം, കാരണം ക്ലോറിൻ വരുമ്പോൾ സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റഡ് ആവും. നൗ എയും സിയും നോക്കുക. എയും സിയും നോക്കിക്കഴിഞ്ഞാൽ സി ആണ് ഉത്തരം, കാരണം ഫിനോൾ OH group is highly activating group. OH group is strongly activating group. It is strongly activating group. Strongly activate. അപ്പോൾ എയും ബിയും നോക്കിയാൽ എ ആണ് ഉത്തരം, എയും സിയും നോക്കിക്കഴിഞ്ഞാൽ സി ആണ് ഉത്തരം. ഇനി ഇതെല്ലാം കമ്പയർ ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ മുന്നിൽ സി ആണുള്ളത്. സിയും ഡിയും നോക്കിയാൽ സി ആണ് ഉത്തരം, കാരണം ബെൻസാൾഡിഹൈഡ് CHO ഗ്രൂപ്പാണ്. ദാറ്റ് ഈസ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് എന്താണ്? ഡീആക്ടിവേറ്റിംഗ് ആണ്. ഡീആക്ടിവേറ്റിംഗ് ആണ്. അപ്പോൾ എ ബി സിയിൽ സി കിട്ടി, സിയും ഡിയും നോക്കുമ്പോൾ സി തന്നെയാണ് ആൻസർ. ആൻഡ് ഇ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ഉറപ്പിക്കാം, സി ഈസ് ദി ആൻസർ. കാരണം നൈട്രോബെൻസീൻ, നൈട്രോ ഗ്രൂപ്പ് ഈസ് സ്ട്രോങ്ലി ഡീആക്ടിവേറ്റിംഗ്, അല്ലെ? നൈട്രോബെൻസീൻ, നൈട്രോ ഗ്രൂപ്പ് ഈസ് സ്ട്രോങ്ലി ഡീആക്ടിവേറ്റിംഗ്. This is strongly deactivating. അപ്പോൾ ബെൻസീനിൽ ആരും ഇല്ല. ക്ലോറോബെൻസീൻ, ക്ലോറിൻ സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റിംഗ്, ഫിനോൾ OH ഗ്രൂപ്പ് സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ്, ആൻഡ് ബെൻസാൾഡിഹൈഡ് CHO ഗ്രൂപ്പ് ഡീആക്ടിവേറ്റിംഗ്, നൈട്രോബെൻസീൻ നൈട്രോ ഗ്രൂപ്പ് സ്ട്രോങ്ലി ഡീആക്ടിവേറ്റിംഗ്. കേട്ടോ? അപ്പോൾ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ചോദിക്കുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഇ മിനിമം, പിന്നെ ഡി പറയാം, പിന്നെ ബി പറയാം, പിന്നെ എ പറയാം, ആൻഡ് മാക്സിമം സി പറയാം. ദിസ് വിൽ ബി ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, ഫൈൻ. അടുത്തത്, ജെൽഡാൽ മെത്തേഡ് ക്യാൻ ബി യൂസ് ടു എസ്റ്റിമേറ്റ് നൈട്രജൻ ഇൻ. ജെൽഡാൽ മെത്തേഡ് എസ്റ്റിമേഷൻ നടത്താൻ പറ്റാത്ത ചില എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? അസോ പറ്റില്ല, അസോ കോമ്പൗണ്ട്സ് പറ്റില്ല, നൈട്രജൻ ഇൻ ദ റിങ് പറ്റില്ല, നൈട്രോബെൻസീൻ പറ്റില്ല. അപ്പൊ നൈട്രോ കോമ്പൗണ്ട്സ് പറ്റില്ല, അസോ കോമ്പൗണ്ട്സ് പറ്റില്ല, നൈട്രജൻ ഇൻ ദ റിങ് പറ്റില്ല. സോ നൈട്രോ കോമ്പൗണ്ട്സ്, അസോ കോമ്പൗണ്ട്സ്, നൈട്രജൻ ഇൻ ദ റിങ്, ഇതൊന്നും എന്ത് പറ്റില്ല? ജെൽഡാൽ മെത്തേഡ് പറ്റില്ല. കാരണം ഇൻ ദോസ് കേസസ് the nitrogen cannot be quantitatively converted to ammonium sulfate. ഈ കേസുകളിൽ ഒന്നും തന്നെ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള നൈട്രജനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് അമോണിയം സൾഫേറ്റ് ആക്കി മാറ്റാൻ കഴിയില്ല. റൈറ്റ്? അപ്പോൾ അസോബെൻസീൻ പറ്റില്ല. അനിലീൻ പറ്റും, അതായിരിക്കണം ആൻസർ. നൈട്രോ പറ്റില്ല. പിരിഡിൻ പറ്റില്ല മക്കളെ. പിരിഡിനിൽ നൈട്രജൻ റിങ്ങിലല്ലേടാ വരിക. പിരിഡിനിൽ നൈട്രജൻ ഇങ്ങനെയല്ലേ വരിക, റിങ്ങിലാണ് വരിക. അതും പറ്റില്ല. ആൻസർ ഈസ് അനിലീൻ. കേട്ടോ? അനിലീൻ, ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ? ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ, NCERT കൊടുത്തിട്ടുള്ളതാണ്. ഫൈൻ. അടുത്തത്, which of the following substitution reaction with methane requires HiO3 as oxidizing agent? HiO3 as oxidizing agent. എന്താ സംശയം? അയോഡിനേഷൻ. ടെക്സ്റ്റ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം അയോഡിനേഷൻ. കാരണം ഹാലോജിനേഷനെ കുറിച്ച് പറയുമ്പോൾ ക്ലോറിനേഷനും ബ്രോമിനേഷനുമാണ് സാധാരണ പറയുക. എന്തുകൊണ്ട് ഫ്ലൂറിനേഷൻ പറയുന്നില്ല? ഫ്ലൂറിൻ ഹൈലി റിയാക്റ്റീവ് ആണ്, അൺകൺട്രോളബിളി റിയാക്റ്റീവ് ആണ്. എന്തുകൊണ്ട് അയോഡിനേഷൻ പറയുന്നില്ല? റിയാക്ഷൻ വിത്ത് അയോഡിൻ ഈസ് ടു സ്ലോ ആൻഡ് റിവേഴ്സിബിൾ, and you need to make use of HiO3 or HNO3 to remove the Hi formed. ഇതാണ് കാരണം.
a reaction with CH4 with HI. You are getting CH3I. Sorry. Reaction of CH4 with iodine. You get CH3I plus HI. ഈ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്, കാരണം ഇയാൾ ഹൈലി റിയാക്റ്റീവ് ആണ്. സോ ദിസ് റിയാക്ഷൻ ഈസ് സ്ലോ ആൻഡ് റിവേഴ്സിബിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിലൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് യൂസ് ചെയ്യുക. HiO3 യൂസ് ചെയ്യുക, അല്ലെങ്കിൽ HNO3 യൂസ് ചെയ്യുക. ദിസ് ആക്ട് ആസ് എ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ HIയെ വിഡ്രോ ചെയ്യും. HI റിയാക്ട് വിത്ത് ദിസ് ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു I2. HI ഓക്സിഡൈസ്ഡ് ടു I2. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല. സോ ദ റിയാക്ഷൻ വിത്ത് അയഡിൻ ആണ് എന്ത് ഉപയോഗിക്കേണ്ടി വരിക, HiO3യോ HNO3യോ യൂസ് ചെയ്യേണ്ടി വരിക. ഇറ്റ് ഈസ് ടു റിമൂവ് HI ഫോംഡ്. ടെക്സ്റ്റിലുള്ളതാണ്, പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം കേട്ടോ. അഗെയിൻ ഇറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ്. ഇൻ കോൾബ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് it gives an alkane with an even number of carbon atom at anode. കറക്റ്റ് ആണ്. RCOONA ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. ഈ രണ്ട് R കണക്ട് ചെയ്ത് യു ഗെറ്റ് RR. ഇത് ആനോഡിൽ ലഭിക്കും. അപ്പോൾ അത് കറക്റ്റ് ആണ്. At anode, decarboxylation and formation of methyl radical occurs. At anode, formation of methyl radical occurs. ശരിയാടാ, ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇതാണ് കേട്ടോ. RCOO minus. It undergo oxidation. You get RCOO free radical. You get acyl free radical. Acyl free radical കിട്ടും. ഇത് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും ആൻഡ് യു ഗെറ്റ് R ഡോട്ട്. ഇങ്ങനത്തെ രണ്ട് R ഡോട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മെക്കാനിസം ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. കോൾബ് ഇലക്ട്രോളിസിന്റെ മെക്കാനിസം ഒന്ന് എടുത്ത് നോക്കുക, ഒന്ന് എഴുതി നോക്കുക. ദിസ് ഈസ് ഓക്സിഡേഷൻ ഹാപ്പനിങ് അറ്റ് ആനോഡ്. അപ്പോൾ അതും ശരിയാണ്. മീത്തൈൻ കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്. കറക്റ്റ് ആണ്. R എന്നാണ് പ്രോഡക്റ്റ് കിട്ടുക. R ഒരിക്കലും എന്താവില്ല, മീത്തൈൻ ആവില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈത്തൈൻ ആണ് കേട്ടോ. അപ്പോൾ അതും കറക്റ്റ് ആണ്. അറ്റ് ആനോഡ് അസറ്റേറ്റ് അയോൺ അക്സെപ്റ്റ് ഇലക്ട്രോൺ ടു ഗീവ് അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ. ഇത് തെറ്റാണ്. ആനോഡിൽ അക്സെപ്റ്റ് ഇലക്ട്രോൺ അല്ല. അത് കണ്ടാൽ തന്നെ ഉത്തരം പറയാം. ആനോഡിൽ എപ്പോഴും നടക്കുന്നത് എന്തായിരിക്കും, ഓക്സിഡേഷൻ ആയിരിക്കും, ലൂസിങ് ഇലക്ട്രോൺ ആയിരിക്കും. ആനോഡിൽ എങ്ങനെയാ അക്സെപ്റ്റ് ഇലക്ട്രോൺ വരിക? കാത്തോഡിലല്ലേ അക്സെപ്റ്റ് ഇലക്ട്രോൺ വരേണ്ടത്. അറ്റ് കാത്തോഡ് ദർ ഈസ് റിഡക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ആൻഡ് ദാറ്റ് ഈസ് അവർ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. വാട്ട് അബൌട്ട് ഓപ്ഷൻ ഇ? അറ്റ് കാത്തോഡ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ്. അത് കറക്റ്റ് ആണ്. അറ്റ് കാത്തോഡിൽ എന്താ മക്കളെ സംഭവിക്കുക നോക്കടാ. കാത്തോഡിൽ എച്ചും OHും ഇയാള് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. നോക്ക്, ഇയാള് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ഫ്രീ റാഡിക്കൽ ഫിഷൻ നടക്കും അല്ലേ. അപ്പോൾ OH ഡോട്ടും ഒരു ഇലക്ട്രോണും എന്തായിട്ട് മാറും, OH മൈനസ് ആയിട്ട് മാറും. ഇവിടെ നിങ്ങൾക്ക് H ഡോട്ട് കിട്ടും. ഇങ്ങനത്തെ രണ്ട് H ഡോട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും, 2H ഡോട്ട് കൺവേർട്ടഡ് ടു H2. അപ്പോൾ ഇത് കറക്റ്റ് ആണ് കിട്ടും. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് എക്സെപ്റ്റ് ഓപ്ഷൻ ഡി. ഓക്കെ, അതിന്റെ മെക്കാനിസം ഒന്ന് പരിശോധിക്കണേ. കോൾബ്സ് ഇലക്ട്രോളിസിസ് എവിടെയാ വരുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്, ഹൈഡ്രോകാർബൺസ് എന്ന ചാപ്റ്ററിൽ കേട്ടോ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ലിൻഡാൽസ് കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ്? ലിൻഡാൽസ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ. ഒന്ന് എവിടെയാ? പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൾഡിഹൈഡ്. ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട്. പിന്നൊന്ന് ഹൈഡ്രോ കാർബൺസിൽ പഠിക്കുന്നുണ്ട്. ആൽക്കൈൻസ് കൺവേർട്ടഡ് ടു ആൽക്കീൻസ് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട് അല്ലേ. ആൽക്കൈൻസ് കൺവേർട്ടഡ് ടു ആൽക്കീൻസ്. R C ട്രിപ്പിൾ ബോണ്ട് C R ഡാഷ്.
when treated with palladized charcoal, when treated with palladized charcoal, you are getting R, C, double bond, C, R dash, hydrogen. You get a cis product. ഓർമ്മയില്ലേ? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ഒന്നാമത്തെ മെത്തേഡ്. ലിൻഡാഴ്സ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ സിസ് പ്രോഡക്റ്റ് കിട്ടും. സോഡിയം അമോണിയ യൂസ് ചെയ്താൽ ട്രാൻസ് പ്രോഡക്റ്റ് കിട്ടും. ബിർച്ച് റിഡക്ഷൻ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള റിയാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ലിൻഡാഴ്സ് കാറ്റലിസ്റ്റ് പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒന്നാമത്തേത് ആൽക്കീൻ ടു ആൽക്കെയിൻ അല്ല കേട്ടോ. രണ്ടാമത്തേത് കീറ്റോൺ ടു ആൽക്കഹോൾ അല്ല. മൂന്നാമത്തേത് നൈട്രോ ടു അനിലീൻ അല്ല. നാലാമത്തേത് ആൽഡിഹൈഡ് ടു ആൽക്കഹോൾ അല്ല. ആൻസർ തീർച്ചയായിട്ടും എന്തായിരിക്കണം? ഇ ആയിരിക്കണം. നമുക്ക് നോക്കാം. യെസ്, ഇറ്റ് ഈസ് ഇ, ആൽക്കൈൻ കൺവേർട്ടഡ് ടു ആൽക്കീൻ. Alkyne converted to alkene, and this obtained alkene will be cis product. Obtained alkene will be cis product. At the same time, this treated with sodium in metallic sodium in ammonia, you get a trans product. അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ട്രാൻസ് പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ കിട്ടും. ഇത് കിട്ടുന്നത് ട്രാൻസ് ആയിരിക്കും കേട്ടോ. ബിർച്ച് റിഡക്ഷൻ എന്ന് പറയും. ബിർച്ച് റിഡക്ഷൻ. ഓക്കെ, യെസ്, ആൻസർ ഇ ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഈസ് ഡീആക്ടിവേറ്റിംഗ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഇൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? ഇത് ഡീആക്ടിവേറ്റിംഗ് ആണ്. ഇത് ഡീആക്ടിവേറ്റിംഗ് ആണ്, പക്ഷേ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ ആൻസർ അല്ല. ഇത് ആക്ടിവേറ്റിംഗ് ആണ്. ഇത് ആക്ടിവേറ്റിംഗ് ആണ്, ഓർത്തോ പാരയാണ്. ആൻസർ അല്ല. ഇത് ആക്ടിവേറ്റിംഗ് ആണ്, ഓർത്തോ പാരയാണ്. ആൻസർ അല്ല. ആൻഡ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ദിസ് ഈസ് ഡീആക്ടിവേറ്റിംഗ് ബട്ട് ഓർത്തോ പാര ഡയറക്റ്റിംഗ്. അത് ക്ലിയർ ആയിട്ട് ടെക്സ്റ്റിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കേട്ടോ. ക്ലോറോബെൻസീൻ. ഇഫ് യു ടേക്ക് ക്ലോറോബെൻസീൻ, ഇതിന് രണ്ട് എഫക്റ്റ് ഉണ്ട്. ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഐ എഫക്റ്റ് ആണ്. ഐ എഫക്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് മൈനസ് ഐ എഫക്റ്റ് ആണ്. പക്ഷെ ആർ എഫക്റ്റ് പ്ലസ് ആർ ഇഫക്റ്റ് ആണ്. പ്ലസ് ആർ ഇഫക്റ്റ് ആണ്. സോ ഡ്യൂ ടു മൈനസ് ഐ ഇഫക്റ്റ്, ഇറ്റ് ഈസ് ഡീആക്ടിവേറ്റിംഗ് ഇൻ നേച്ചർ, സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ഇൻ നേച്ചർ. ബട്ട് ഡ്യൂ ടു പ്ലസ് ആർ ഇഫക്റ്റ്, it is orthopara directing in nature. So the reactivity governed by minus I effect and orientation governed by resonance effect. അത് ഫസ്റ്റ് ഇയറിലും പഠിക്കുന്നുണ്ട്, സെക്കൻഡ് ഇയറിലും പഠിക്കുന്നുണ്ട്. ഹൈഡ്രോ കാർബൺസ് എന്ന ഫസ്റ്റ് ഇയർ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. ഇതേ ആശയം ഹാലോ അറീൻസിലും നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട് അല്ലേ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, റൈറ്റ്. ആൻഡ് കമ്മിങ് ടു ഓപ്ഷൻ ഇ, ഇത് ഡീആക്ടിവേറ്റിംഗ് ആണ്. ഡീആക്ടിവേറ്റിംഗ് ആണ്, മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ദിസ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ് ഇൻ നേച്ചർ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്തത്, when normal hexane heated to 773 Kelvin 10 to 20 atm pressure in presence of CrO2, benzene is formed. This reaction is called aromatization or reforming process എന്ന് പറയും. aromatization or reforming process. Option C. Option C. Normal hexane converted to cyclohexane, from there to benzene. Dehydrogenation reaction using alumina, chromium oxide, vanadium pentoxide. പണ്ട് പ്ലാറ്റിനം ഉപയോഗിക്കുമായിരുന്നു പണ്ട്. അപ്പോൾ ഇതിനെ വിളിച്ചിരുന്നത് പ്ലാറ്റ്ഫോമിംഗ് എന്നാണ്. പ്ലാറ്റിനം ഉപയോഗിച്ചിട്ടുള്ള റീഫോമിംഗ്, പ്ലാറ്റ്ഫോമിംഗ് എന്ന് വിളിച്ചിരുന്നു. ദിസ് ഈസ് റീഫോമിംഗ് പ്രോസസ്, ആരോമാറ്റൈസേഷൻ. കിട്ടോ? ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ, ഓപ്ഷൻ സി. ഓപ്ഷൻ സി. Conformational isomerism is not possible in. Conformational isomerism not possible in. Conformations സാധാരണ ആർക്കാണ്? ആൽക്കെയിൻസിനാണ് കേട്ടോ. ഈതെയിന് കൺഫർമേഷൻസ് ഉണ്ട്, എക്ലിപ്സ്ഡ്, സ്റ്റാഗേർഡ്. ബ്യൂട്ടൈനിന് 4 വരച്ചു പഠിപ്പിച്ചിട്ടുണ്ട്. 4, ഫുള്ളി എക്ലിപ്സ്ഡ്, പാർഷ്യലി എക്ലിപ്സ്ഡ്, സ്ക്യൂ ഗോഷെ കൺഫർമേഷൻ, ആൻറ്റി. അതുപോലെ ഇതിന് ബ്യൂട്ടൈൻ, ഇത് ആൽക്കെയിൻ ആണ്. സൈക്ലോഹെക്സൈന് 4 പഠിപ്പിച്ചിട്ടുണ്ട്. സൈക്ലോഹെക്സൈന് ബോട്ട് കൺഫർമേഷൻ, ചെയർ കൺഫർമേഷൻ, പിന്നെ ഹാഫ് ചെയർ കൺഫർമേഷൻ, ട്വിസ്റ്റ് ബോട്ട് എന്നൊക്കെ പറഞ്ഞ് 4 കൺഫർമേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഈക്കില്ല കേട്ടോ, ഇത് ആൽക്കീൻ അല്ലേ. ആൽക്കീന് കൺഫർമേഷൻസ് ഇല്ല.
എത്തീൻ, എത്തീനിന് കൺഫർമേഷൻസ് ഇല്ല. ഇറ്റ് ഹാസ് ഗോട്ട് എ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ. മറ്റേതൊക്കെ ഫ്രീ റൊട്ടേഷൻ ആണ്. ഫ്രീ റൊട്ടേഷൻ ഉണ്ടെങ്കിലേ കൺഫർമേഷൻസ് ഉള്ളൂ. ഹിയർ ഡസൻ ഹാവ്. ഇപ്പൊ നമ്മൾ ഈതെയിൻ ആണെന്ന് വിചാരിക്കുക. ഈതെയിനിൽ ഫ്രീ റൊട്ടേഷൻ ഉണ്ട്, ആൻഡ് ദാറ്റ്സ് വൈ യു ആർ ഗെറ്റിംഗ് കൺഫർമേഷൻ. ഹിയർ യു ഹാവ് ഫ്രീ റൊട്ടേഷൻ, ദാറ്റ്സ് വൈ യു ഗെറ്റ് കൺഫർമേഷൻസ്. ഇവിടെ ഫ്രീ റൊട്ടേഷൻ ഇല്ലടാ, ഇത് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണ് കേട്ടോ, ബിക്കോസ് ഓഫ് ദി ഡബിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് വരുമ്പോൾ ഫ്രീ റൊട്ടേഷൻ ആവാം, പക്ഷേ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണ്. ഇറ്റ് കനോട്ട് ഹാവ് എ ഫ്രീ റൊട്ടേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ ഇ കേട്ടോ. ആൻഡ് ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു, നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്റേഴ്സ്, 11th സ്റ്റാൻഡേർഡ് പോർഷനിലെ ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. ആ ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകണം ഓർഗാനിക് കെമിസ്ട്രി ആ ചാപ്റ്ററിൽ എവിടെയാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്ന്. ആ ഭാഗങ്ങളെല്ലാം റിവൈസ് ചെയ്യുക, അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. റൈറ്റ്? ഉറപ്പായിട്ടും അവിടുന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു എന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അതിലെ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ, സി യു.